ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ കുറേ ആയിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാറുണ്ടായിരുന്നില്ല കേട്ടോ. ഏകദേശം ഒരു വർഷത്തോളമായി ഞാനിപ്പോൾ ഒരു വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പം എനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാം പേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു വർഷം കഴിഞ്ഞു. അപ്പോൾ അതിലൂടെ ഞാൻ ഡ്രസ്സൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. ചെറിയൊരു രീതിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ്, പക്ഷെ നല്ല മൂവ്മെൻറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ തന്നെ കുർത്തികളൊക്കെ സ്റ്റിച്ച് ചെയ്യാറുണ്ട്. എൻ്റെ മോഡലിലൊക്കെ ഇറക്കി അങ്ങനെ സ്റ്റിച്ച് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാൻ പുതിയതായിട്ട് യൂട്യൂബല്ല, നമ്മൾ മീഷോയിലൂടെ നമ്മൾ സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മീഷോയിൽ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ നമ്മളുടെ രീതിയിൽ ഇറക്കി കഴിഞ്ഞാൽ വാങ്ങാൻ ആളുകളുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെ അത് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇത് ഒരു കോട്ടൺ സിൽക്കിലുള്ള ഒരു മെറ്റീരിയലാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ബണ്ടിൽ തുണി ഉണ്ടായിരുന്നു. പിന്നെ ഒരു കുട്ടീൻ്റെ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാൻ തന്നതിൻ്റെ ഒരു ബാക്കി തുണിയാണ് അത്, ആ ഗോൾഡൻ കളർ പ്രിൻ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് രണ്ടും കൂടെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിതാ ഒരു 7 പീസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 7 കുർത്തിക്കുള്ള തുണിയാണ് എനിക്ക് ഇതിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ആ തുണി. നമ്മൾ ചെസ്റ്റ് പോർഷനിലും പിന്നെ അതിൻ്റെ കൈയിൻ്റെ ബോർഡറിലും നമ്മളിത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ബാൽക്കണിയാണ് കേട്ടോ. എനിക്ക് ഇവിടെ നിന്ന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ ഇതാ 7 തുണികൾ ഞാനിങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. 1 ബൈ 1 ബൈ അങ്ങനെ ഒന്നിനും ഒന്നായിട്ട് അങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ മാർക്ക് ചെയ്തു. സൈഡ് സ്ലിറ്റുള്ള കുർത്തിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര പാടാണ് ഇത് കട്ട് ചെയ്യാൻ. കാരണം നമുക്ക് സാധാരണ കത്തിരി കൊണ്ട് വെട്ടുമ്പോൾ തുണി കട്ടിയായിട്ട് വരുമ്പോൾ വെട്ടാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ ഓരോന്ന് വിധം ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം സൈഡിലൂടെ അതിൻ്റെ സ്ലിറ്റ് വെട്ടുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ മീഷോയിൽ നമ്മളെ പ്രൊഡക്റ്റ് ആദ്യം ഞാൻ ഇറക്കുന്ന സമയത്ത് എനിക്ക് അത് സെയിലാവുമോ എന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കുഴപ്പമില്ല, നന്നായിട്ട് സെയിലായി പോകുന്നുണ്ട്. പെർഫെക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നമ്മളുടെ മെഷർമെൻറ്റും എല്ലാം കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് മീഷോ എന്ന് പറയുന്നത്. അപ്പോൾ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ ഇതിലൂടെ നമുക്ക് വരുമാനം ഉണ്ടാക്കാനും ഏണിങ്സ് കിട്ടിയിട്ട് അങ്ങനെ നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഞാനിത് ഇതുപോലെ ഒരു 7 പീസ് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എല്ലാം കൂടെ ഒന്നിച്ച് വെച്ച്. അപ്പം എപ്പോഴും ഞാനിതിൻ്റെ ഒരു 2-3 പീസ് സ്റ്റിച്ച് ചെയ്ത് വെക്കാറുള്ളൂ. ഒരു XL, XXL ആ ഒരു ഇതിൽ. കാരണം ഞാൻ XL-ആണ് സൈസ്. അപ്പം ഞാൻ ലാർജ് XL, XXL-ആണ് ഞാൻ സെയിൽ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ മെഷീന്. അപ്പോൾ ഞാനിത് സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് ഞാൻ ആദ്യം കൈയിൻ്റെ പീസാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് കൈയിൻ്റെ പീസ് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കൈയിൻ്റെ അടിഭാഗത്ത് ഇതിങ്ങനെ ഒരു ഗോൾഡൻ കളർ ആ പ്രിൻ്റ് വരുന്ന തുണിയും വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഞാനൊരു തുണി വേസ്റ്റ് ചെയ്ത് കളയില്ല. അപ്പോൾ എനിക്ക് കുറച്ചധികം ആ തുണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാക്കി. അപ്പം ഞാനത് രണ്ടും കൂടെ മാച്ച് ചെയ്ത് നോക്കിയിട്ട് എനിക്കിങ്ങനെ ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്യാം എന്ന് എൻ്റെ മനസ്സിൽ തോന്നി. അത് ഞാൻ ചെയ്തു. സക്സസ് ആയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾ കാണുക. അപ്പോൾ ഇതാ 2 കൈ ഞാനിതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾക്ക് കഴുത്ത് പിന്നെ ഇതൊക്കെ ജോയിൻ ചെയ്യണം. അത്ര തന്നെ ഉള്ളൂ. സൈഡ് സ്ലിറ്റ് എല്ലാം കറക്റ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തരാം. പിന്നെ എന്താണെന്ന് പറയാനുള്ളത്, നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം കറക്റ്റ് പെർഫെക്റ്റ്ലി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് റിട്ടേണോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും മീഷോയിലൂടെ സെയിൽ ചെയ്യുമ്പോൾ വരില്ല കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്, കണ്ടില്ലേ. അപ്പോൾ ഞാൻ എൻ്റെ മാനിക്യൂറിന് ഇട്ട് കൊടുത്തതാണ്. ഇത് കോട്ടൺ സിൽക്കാണ് തുണി. കറക്റ്റ് ഇതൊരു പാൻറ്റിൻ്റെ തുണിയാണ്, എന്നാലും കുഴപ്പമില്ല. നമുക്കത് ഡെയിലി യൂസായിട്ടോ ഓഫീസ് വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഇതാണ് 3/4 ഹാൻഡ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഡെയിലി ഞാൻ ഓരോ കുർത്തിൻ്റെ വീഡിയോകളും ഞാൻ മീഷോയിൽ സെയിൽ ചെയ്യുന്ന കാര്യങ്ങളായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.